നമസ്കാരം ഗൈസ്. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എണീറ്റു. തലസ്ഥാനം വരെ ഒന്ന് പോകണം. എണീറ്റ് നമ്മുടെ ഉണ്ണിക്കൂട്ടനെ കുറച്ച് ചോറ് അങ്ങോട്ട് കൊടുത്തു. ഗ്യാരേജിൽ പുതിയ വണ്ടികളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഏതാലേ തലസ്ഥാനത്ത് പോകുന്നത് വേറൊന്നും അല്ല ഗൈസ്, ഒരു ബ്രാൻഡ് ഷൂട്ട് ഉണ്ട്. റെഡിയായി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. തേവരിലെ 2 ഗുണ്ടകളാണ് ഇന്ന് എൻ്റെ ഒപ്പം വരുന്നത്. സെക്കൻഡ് സീറ്റിംഗിൽ റിസർവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു സമാധാനം. തിന്നിട്ട് നൈസായിട്ട് അങ്ങോട്ട് ഇട്ടിരിക്കുന്നുണ്ടോ ഗൈസ്. എന്താലേ ട്രെയിനിൽ നമ്മൾ യൂസഫ് അലിന്റെ 144P കണ്ടുപിടി. പേര് തങ്കച്ചൻ. അങ്ങനെ 5 മണിക്കൂറിന്റെ ലാഗിന് ശേഷം നമ്മൾ അങ്ങനെ ട്രിവാൻഡ്രത്തെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് നേരെ ഭരതണ്ണന്റെ റൂമിലേക്ക് പോകണം. ഇതിന്റെ ഇടയിൽ നമ്മളൊരു മന്തി കഴിച്ചായിരുന്നു ഗൈസ്. പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഫ്രഷ് ആയിട്ട് നേരെ ഷൂട്ടിന് പോവാണ്. ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഷൂട്ടിന് ശേഷം ഈ ബഹൈന്റെ കടയിൽ നിന്ന് നല്ലൊരു ലൈം കിട്ടി. ഈ കാണുന്നത് ഫൈൻ അടിക്കുകയല്ല ഗൈസ്, പാർക്കിങ്ങിലുള്ള ഫീ കൊടുക്കുകയാണ്. ഈ ഫീ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് എവിടെ വേണമെങ്കിലും നെക്സ്റ്റ് അരമണിക്കൂറിൽ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ പരിപാടി നമ്മുടെ കൊച്ചിയിൽ വന്നാൽ അങ്ങനെ ഉണ്ടാവും. ചായ കുടിച്ച് രാത്രിത്തെ ട്രെയിനിൽ തന്നെ പോകാമെന്ന് വെച്ചു. ട്രെയിൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്നതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ തന്നെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ട്രെയിൻ എത്തി. നല്ല തിരക്കായിരുന്നു. എങ്ങനെയൊക്കെ ചാടി കയറി മുകളിലൊരു സീറ്റ് കിട്ടി. അവിടെ ഒരു 6 മണിക്കൂർ ഇരുന്നും കടന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ കൊച്ചി എത്തി.